ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടതിലൊക്കെ വെച്ചിട്ട് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മളിത് ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അനിയത്തി ഇവിടെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവളെ നോക്കാനൊക്കെ ഒരു ഹോം നേഴ്സ് ഉണ്ടാവുമല്ലോ, ഒരു താത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ആ താത്ത ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ആദ്യമൊക്കെ കൊടുക്കുന്ന പ്രസവരക്ഷയ്ക്ക് കൊടുക്കുന്ന ഒരു ഉള്ളിലേക്ക് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അറിയാത്തവരും കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക. ആദ്യം തന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ ഒന്ന് തൊലി കളഞ്ഞിട്ട് നമ്മൾ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് വേണ്ട തേങ്ങയാണ് ചിരകുന്നത്. 3 തേങ്ങയായിട്ട് നമ്മളെടുത്തിരിക്കുന്നത്. ഒരു കിലോളം ഉള്ളി വരുന്നുണ്ട്, അതുപോലെ 1/4 കിലോനോളം വെളുത്തുള്ളി വരുന്നുണ്ട് കേട്ടോ. അതിലേക്കാണ് നമ്മൾ 3 തേങ്ങ എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പാലാണ് നമുക്ക് എടുക്കുക. 1/2 2/2 ഒറ്റ പാൽ നമ്മൾ എടുക്കുന്നുള്ളൂ. പിന്നെ ആ സമയം കൊണ്ട് നമുക്ക് ഈ ഉള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പൊന്നും ഇടണ്ട, സാധാരണ വെള്ളത്തിലെടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തിരക്കി വെച്ച് തേങ്ങ എടുത്തിട്ട് നമ്മൾ അരച്ചിട്ട് തേങ്ങാപ്പാലുള്ളതും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മളൊരു 3/4 കിലോ ശർക്കരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട ഉള്ളിയുടെയും അതുപോലെ തന്നെ തേങ്ങയുടെ ഒക്കെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ശർക്കര എടുക്കുന്നത്. ഇനി ഇതൊരു ഉരുളിലേക്ക് ആ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പീരുണ്ടോയെന്നൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ, ജസ്റ്റ് നോക്കിയെന്നുള്ളൂ. അങ്ങനെ ആ തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഈ ഉള്ളിനെ നന്നായിട്ട് നമുക്ക് ഉടച്ചെടുക്കണം. കൈകൊണ്ട് നമ്മൾ ഈ മിക്സിയിലൊന്ന് അരച്ചെടുക്കുന്നവരുണ്ട്, പക്ഷേ ആ താത്ത പറയുന്നുണ്ട് കൈകൊണ്ടൊന്ന് ഉടച്ചെടുക്കാൻ നല്ലതാണ്. അപ്പോൾ താത്ത കൈകൊണ്ടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കുന്നത്, ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ എന്നിട്ട് നമ്മൾ അടുപ്പത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് ആ ഒരു തിളച്ച് വരുന്ന ആ ഒരു ടൈമിൽ നമുക്കതിലേക്ക് നേരത്തെ നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിന് വേണ്ടി നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ ഒരു തവി നമുക്കിതിൽ നിന്ന് എടുക്കാനേ പറ്റത്തില്ല, എപ്പോഴും നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കാരണം അടി പിടിക്കാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. പിന്നെ ഗ്യാസിലുമല്ലല്ലോ നമ്മളിത് ഉണ്ടാക്കുന്നത്, അടുപ്പിലുണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം കുറേ ടൈം ഇത് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആ ശർക്കര പാനിയെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു കളറായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് പിന്നെ അത് കുറുകി വരുന്നത് വരെ നമ്മൾ ഇതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. കൈക്ക് റെസ്റ്റ് ഇല്ലാത്തൊരു പരിപാടി തന്നെയാണ്. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുമ്പോൾ കുറുകിയിട്ട് ഇതാ എണ്ണ വേറിട്ടിട്ട് നമുക്ക് ആ ഒരു ലേഹം ഇങ്ങനെ വേറായിട്ട് വരും. അപ്പോൾ നമുക്കിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് തോന്നും. പക്ഷേ ഇതിങ്ങനെ ഈ മിക്സ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് കയ്യിലേക്കൊക്കെ പൊട്ടിത്തെറിച്ചിട്ടൊക്കെ കയ്യിലേക്കൊക്കെ ആവാനും പൊള്ളാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ വലിയ ഇതുപോലത്തെ ചട്ടമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. കഴിക്കുക എന്നല്ലാതെ ഇതുവരെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടും നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വരുന്നതാണ്. ഇനിയും കുറേ കാര്യങ്ങളൊക്കെ എടുക്കുന്നതല്ലേ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയും നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.